ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ത്യയിൽ തുടങ്ങുന്ന 90% സ്മോൾ ബിസിനസ്സുകളും 3 വർഷം പിന്നിടാറില്ല എന്നുള്ളതാണ് സത്യം. അതായത് അവ പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ് ചെറുകിട ബിസിനസ്സുകൾ ഇത്ര പെട്ടെന്ന് പരാജയപ്പെട്ടു പോകുന്നത്? 6 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിന് കണ്ടെത്താൻ കഴിയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണവ എന്ന്. ഏറ്റവും ആദ്യത്തെ കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡിയാണ്. മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് മിക്ക ആളുകളും ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നത്. എന്താണ് മാർക്കറ്റ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ശരിക്കും കൺസ്യൂമേഴ്സിന് ആവശ്യമായത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിക്കാതെ, ഒരു മാർക്കറ്റ് സർവേ നടത്താതെ, മാർക്കറ്റ് സ്റ്റഡി നടത്താതെയാണ് മിക്ക ഓൺട്രപ്രണേഴ്സും ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങുന്നത്. മാർക്കറ്റിന് ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക? യാതൊരു സംശയം വേണ്ട, കൃത്യമായി മാർക്കറ്റിനെ പഠിക്കണം, കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കണം, എന്താണ് കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കണം, ഭാവിയിലുള്ള കസ്റ്റമേഴ്സിന് എന്തൊക്കെയായിരിക്കും ആവശ്യങ്ങൾ എന്നുള്ളത് കൃത്യമായി ഊഹിച്ചെടുക്കാൻ കഴിയണം. എന്നിട്ട് വേണം നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ, എന്നിട്ട് വേണം പ്രൊഡക്റ്റ് ലൈനുകൾ തീരുമാനിക്കാൻ, എന്നിട്ട് വേണം നിങ്ങളുടെ സർവീസ് ഏത് ലെവലിലാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഇത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടായിരിക്കില്ല. മിക്കവാറും സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ പരാജയം ആരംഭിക്കുന്നത് കൃത്യമായ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മാർക്കറ്റിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, മാർക്കറ്റ് അത് സ്വീകരിക്കില്ല. ഓട്ടോമാറ്റിക്കലി ബിസിനസ് തകർന്നു പോവുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഡൊമെയിനിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മളുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എവിടെ നിന്നെങ്കിലും സോഴ്സ് ചെയ്യുന്നതായിരിക്കാം. മേ ബി ബാങ്കിൽ നിന്നോ മറ്റുള്ള ആളുകളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഈ പണം കണ്ടെത്താൻ കഴിയുമെന്നുള്ള കൃത്യമായ വിശ്വാസം നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാകണം. ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിലേക്ക് ഇറങ്ങുന്നത് തെറ്റാണെന്നല്ല, പാപമാണെന്ന് വേണം പറയാൻ. കാരണം പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FMCG ബിസിനസ് എടുക്കുക. FMCG എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറി പൗഡറുകളോ അല്ലെങ്കിൽ അരിപ്പൊടികളോ ഒക്കെ നമ്മൾ സെല്ല് ചെയ്യുന്ന ബിസിനസ് ആണെന്ന് വിചാരിച്ചോളൂ. ബ്രാൻഡ് ചെയ്ത് സെല്ല് ചെയ്യുന്ന ബിസിനസ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ, ഒരു പെർട്ടിക്കുലർ ജില്ലയിൽ മാത്രം ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു സർവീസ് ബിസിനസ് ആണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഡൊമെയിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാറിക്കൊണ്ടിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതിനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ, അത് എത്ര മനോഹരമായ ഐഡിയ ആണെങ്കിലും പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് മാർക്കറ്റിംഗ് ആണ്. പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ കോംപ്രമൈസ് ആണ് ഓൺട്രപ്രണേഴ്സ് ചെയ്യുക. പലപ്പോഴും റോ മെറ്റീരിയൽസ് സമാഹരിക്കാനും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് പൈസ ആളുകൾ ചിലവാക്കുമെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ ഓൺട്രപ്രണേഴ്സ് പലരും പിശുക്കന്മാരാണ്. റൈറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും എത്തിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും, പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ്സുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും മറ്റുള്ള ഏത് ഭാഗത്തിനേക്കാളും കൂടുതൽ ഫോക്കസും ട്രസ്റ്റും കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങിൽ തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ചും സർവീസുകളെക്കുറിച്ചും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അറിയാൻ പോകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്തത് ടീം ബിൽഡിംഗ് ആണ്. പലപ്പോഴും ചെറുകിട ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു നല്ല ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അയാൾക്ക് കഴിയുമായിരിക്കും, വലിയ ടാലൻറ്റും വലിയ സ്കില്ലും ഒക്കെ ഉള്ള ആളായിരിക്കും അദ്ദേഹം. പക്ഷേ കൂടെ ഒരാളെ നിർത്തി അയാളെ ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുന്നതിൽ, ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പലരും പരാജയപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു ടീമിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട, ബിസിനസ്സിനെ വലുതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ടീം ബിൽഡിംഗ് മെക്കാനിസം നിങ്ങൾ ഉണ്ടാക്കണം. നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യണം, അവരെ കൂടെ നിർത്താനുള്ള കഴിവുണ്ടാകണം. ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള HR ലെവലുള്ള ആക്ടിവിറ്റീസ് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് വളരെ വലിയ ഒരു കാരണമാണ് പല ബിസിനസ്സുകളും പരാജയപ്പെടാനും സ്കെയിൽ ചെയ്യാതിരിക്കാനും. പല ബിസിനസ്സുകളും തകർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ചേഞ്ചുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. ടെക്നോളജിയിൽ ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, സോഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, എക്സ്റ്റേണലായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ രീതികൾ മാറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ ഒക്കെ ബിസിനസ്സുകൾ തകർന്നു പോയെന്ന് വരാം. അഡാപ്റ്റബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കൃത്യമായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങൾക്കനുസരിച്ച്
ഫ്ലെക്സിബിൾ ആകാനും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയുന്നില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ബിസിനസ്സുകൾ പെട്ടെന്ന് തന്നെ തകർന്നു പോയെന്ന് വരും. അതുകൊണ്ട് തന്നെ അഡാപ്റ്റബിൾ ആകാൻ തയ്യാറായിക്കോളൂ. ആൻഡ് ഫൈനലി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ലീഡർഷിപ്പ് തന്നെയാണ്. പലപ്പോഴും ചെറുകിട ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പ്രായോഗികമായി ബിസിനസ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല ചാടി ഇറങ്ങുന്നത്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അവർക്ക് പലപ്പോഴും ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്നത് പോലെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളോ നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരുമായി കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളോ മാത്രമല്ല ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അത് റിസ്ക് എടുക്കാനുള്ള എബിലിറ്റിയാണ്, കാര്യങ്ങൾ പ്രോ ആക്റ്റീവായി ചെയ്യാനുള്ള കഴിവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ട്രെയ്റ്റുകളും കൂടിച്ചേർന്നതാണ് ഈ ലീഡർഷിപ്പ്. അതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പ് എബിലിറ്റി കുറഞ്ഞ ആളുകൾക്ക് ഒരു ടീമിനെ നിലനിർത്താനും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും റിസ്കുകൾ എടുക്കാനും മുന്നോട്ട് ശക്തമായി കുതിക്കാനും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു വരാനും ഒക്കെ കഴിയാതെ പോയെന്ന് വരും. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ ലീഡർഷിപ്പ് എബിലിറ്റി കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഇന്ത്യയിലെയും കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെയും ഓൺട്രപ്രണേഴ്സ് തകർന്നു പോകുന്നത്. പലപ്പോഴും ചെറുകിട ബിസിനസ്സുകൾ ഉണ്ടാക്കുമ്പോൾ ഈ 6-7 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ ഇതിനെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്.